ആഹാ നല്ല ചായ. ഞാൻ ഇട്ടാണെന്ന് ആരും പറയൂല. നീ എന്താ നിലാവത്തഴിച്ചു വിട്ട കോഴിയെ പോലെ? എന്തോ ആലോചനയും ചിരിയൊക്കെ ഉണ്ടല്ല. എന്താടാ? എന്താ എനിക്ക് ഈ വീട്ടിൽ ആലോചിക്കാൻ പാടില്ലേ? ഓ സോറി. അല്ല ഇനിയിപ്പോ നീ ആലോചിച്ചാലും ചോദിക്കാനൊന്നും പാടില്ലല്ലോ. അവാർഡ് കിട്ടിയ കവിയല്ലേ. എടാ കുറച്ചു കാലം കഴിയുമ്പോഴേ മുടിയൊക്കെ നീട്ടി വളർത്തി തൂക്ക് സഞ്ചിയൊക്കെ ഇട്ട് ജുബയിട്ട് നാറി നടക്കുവോ? എന്തെങ്കിലും പറയുമ്പോഴേ കുറച്ച് സ്റ്റാൻഡേർഡുള്ള തമാശ പറയാം. ഞാൻ നിന്റെ കൂടെ നടന്ന് ഇങ്ങനെ ആയിപ്പോയി. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എടാ ഇതെനിക്ക് തോന്നിയതാ. ഈ അവാർഡ് കിട്ടുമ്പോഴേ എല്ലാവർക്കും ഇച്ചിരി ഈ തലക്കാനൊക്കെ ഒന്ന് കൂടും. ഊങ്കേ പിന്നെ ഒരു പൊട്ടൻ ലോട്ടറി അടിച്ച പോലെ ഓടും. അത് കറക്റ്റാ. പൊട്ടൻ എന്ന് പറഞ്ഞത് അത് കറക്റ്റാ. എന്റെ അമ്മാവ ഇനിയിപ്പോ ഞാൻ അതിന്റെ പേരിൽ അഹങ്കരിക്കാൻ പോവാണോ? അമ്മാവ ഇത് അതൊന്നും അല്ല. പിന്നെ എനിക്കൊരു കൺഫ്യൂഷനാ. നീ എന്നോട് പറ, ഞാൻ പരിഹരിച്ചു തരുമല്ലോ. പറ. എന്നാ പറ, എന്താ വാങ്ങിക്കേണ്ടത്? എനിക്കാ? അമ്മാവനൊന്നും അല്ല. പിന്നെ ആർക്കും മേടിച്ചു കൊടുക്കുന്ന കാര്യമാ? അതേ അത് നിത്യയ്ക്ക്. നിത്യയ്ക്കാ? അതെ, ഞാനിപ്പോ നിത്യയോട് സംസാരിക്കായിരുന്നു. കല്യാണക്കാരിയാ? ഓ അല്ലെന്നേ. പിന്നെ എനിക്ക് ഈ അവാർഡൊക്കെ കിട്ടിയിട്ടേ അയാൾക്ക് എന്താ വാങ്ങിച്ചു കൊടുക്കുകയെന്ന് അയാൾ എന്നോട് ചോദിച്ചു. എന്ത് കൊടുക്കാനാ? ഞാൻ പറഞ്ഞ നീ ചിലപ്പോ കേൾക്കൂല. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും. അതൊന്നും അല്ല. എന്നാ അമ്മാവൻ പറ. അതായത് പിന്നെ അവക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. പറയട്ടാ? പറ. അവക്കൊരു ജീവിതം കൊടുക്ക്. ഞാൻ പുറത്ത് കടയിൽ പോയി വാങ്ങുന്ന കാര്യത്തെ കുറിച്ചാ ചോദിച്ചത്. ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയ ജീവിതം മേടിക്കാൻ കിട്ടുമോ? അവിടെ പോയ ജീവിതം മേടിച്ചു കൊടുക്കാൻ പറ്റൂല. ഞാൻ ഇതുവരെ ചോദിച്ചു പോയിട്ടുമില്ല. എടാ എന്നാ നീ തന്നെ തീരുമാനിക്ക്. എന്തുവാ നീ മേടിച്ചു കൊടുക്കാൻ പോകുന്നേ? ചോദിച്ച് എന്നെ പറഞ്ഞാ മതിയല്ലോ. നീയേ ഒരു മോതിരം മേടിച്ച് അവളുടെ കയ്യിലോട്ട് ഇട്ടു കൊടുക്ക. അതാകുമ്പോഴേ ഞാനിപ്പോ ഒരു കുഴപ്പവും ഇല്ലാത്ത മാനസികാവസ്ഥയിൽ ഇരിക്കുക. അത് കുളമാക്കിയിട്ടേ അടങ്ങോളോ. എന്നാ പിന്നെ ഞാനൊന്നും മിണ്ടുന്നില്ല. അല്ല പിന്നെ നിനക്ക് അവളെ ഇഷ്ടമല്ലെന്ന് വല്ലതും പറയൂ? അങ്ങനെയൊന്നും ഞാൻ പറയില്ല. എന്നാലും നിനക്ക് അങ്ങോട്ട് സമ്മതിക്കാൻ വയ്യല്ലേ? ഒരുമാതിരി. എന്തൊരുമാതിരി? ഞാൻ എനിക്ക് പറയാനുള്ളത് അത് വ്യക്തമായി എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്. നിത്യയ്ക്ക് എന്റെ ജീവിതത്തിലോട്ട് വരാം, എന്നോടൊത്ത് ജീവിക്കാം. പക്ഷേ അത് നിത്യ തന്നെ എന്നോട് പറയണം. അവളൊരു പെൺകുട്ടിയല്ലേടാ? പെൺകുട്ടിയാണെങ്കിൽ എന്താ? പെൺകുട്ടികൾക്ക് ഷൈ ഉണ്ടാവൂലേ? നീ ഇങ്ങനെ വാശി കാണിക്കാതെ. വാശിയൊന്നും അല്ല. പിന്നെ എടാ അതെ, ഇനിയിപ്പോ അവക്ക് വരെ ഞാൻ പറഞ്ഞാ മതിയാ? ഒരുമാതിരി. അമ്മാവ, അയാളുടെ മനസ്സിന്റെ ഒരു ഇഷ്ടമുണ്ട്, അതൊന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. എപ്പോഴെങ്കിലും ഒരിക്കല് അയാൾ അങ്ങനൊരു വാക്ക് പറഞ്ഞ അമ്മാവന്റെ മരുമോളായിട്ട് അയാൾ ഇവിടെ ഉണ്ടാവും. പക്ഷെ എന്റെ കൈ ഇവിടെ ഉണ്ടാവൂല. അതൊക്കെ ചെറുക്കെ
അതെ ഔ, ഔ. എന്ന് കരുതിയിട്ടേ ആ, ഇപ്പോഴേ പോയി നിത്യയ്ക്ക് ക്ലാസ് എടുക്കാനൊന്നും നിക്കണ്ട. എടുത്താ ഞാൻ അറിയും. ആ, ആ, ആ. ഉം. ഉം. ഇവരിതെങ്ങനെ അറിഞ്ഞ്? ഇവന് ചാത്തൻ സേവ വല്ലതും ഉണ്ടാ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാന്ന് വിചാരിക്കുമ്പോ അപ്പ അവൻ കണ്ടുപിടിക്കും. ഓഹോ, പുതിയ ടെക്നോളജി കണ്ടുപിടിച്ചേ പറ്റൂ. ചായയും കൊള്ളൂല. ഇതാരിട്ടത്? രഘുവേട്ട, എന്താടോ? ഒന്നുമില്ല രഘുവേട്ട. നിത്യമോളുടെ കാര്യത്തിലെ എനിക്കൊരു വലിയ പേടിയുണ്ടായിരുന്നു. അതെന്താ? സദാനന്ദേട്ടന്റെ മരണത്തെക്കുറിച്ച് അറിഞ്ഞ ഷോക്കിൽ നിന്ന് അവള് പുറത്തു വരുമോ എന്ന്. പക്ഷേ ഹരിക്ക് ഈ അവാർഡ് കിട്ടിയതോടെ അവള് വേറൊരാളെ പോലെയായി. അതെ, പണ്ട് നമ്മൾ കണ്ടിരുന്ന നിത്യമോളില്ലേ, അവളെ തിരിച്ചു കിട്ടിയതുപോലെ തന്നെയുണ്ട്. ഇപ്പൊ ഏതു നേരവും അവളുടെ മുഖത്ത് ആ ചിരിയുണ്ട്, കണ്ണിലാണെങ്കിൽ ആ തിളക്കമുണ്ട്. കുറച്ചു മുൻപ് അടുക്കളയിൽ വന്നിട്ടേ എന്നോട് കുറെ നേരം സംസാരിച്ചു. ആ സംസാരിക്കാന്ന് പറഞ്ഞ അച്ഛന്റെ കാര്യങ്ങളും അവളുടെ നാട്ടിലെ കാര്യങ്ങളും ഒക്കെ. അവള് പണ്ടിങ്ങനെ വാതോരാതെ സംസാരിക്കുമായിരുന്നില്ല രഘുവേട്ട, അതേപോലെ തന്നെ. ஆஹா, இங்க இருக்கா? அம்மா அம்மா ஒரு காரியம் தெரியுமா? എന്താ ശരവണ? அம்மா அது வந்து ஹரிசாரோட ஃபங்க்ஷன் போகும்போது எது கலர் ஷர்ட் வேணும்னு எனக்கு ஒரு கன்ஃபியூஷன் இருந்தது. நான் எல்லாம் எடுத்து வச்சு எது வேணும்னு கன்ஃபியூஷன் இருக்கும்போது நித்யாமா வந்து இது போதும் சரவணா, இது உங்களுக்கு நல்லா சேரும்னு சொன்னேன். அந்த மாதிரி ஒரு விஷயம் ஃபர்ஸ்ட் டைம் தான் சார். ஹரிசாரன்னு அவருக்கு உயிர், அதுதான் அதோட மீனிங். സുജാതെ, ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ അവര് പരസ്പരം വല്ല
അവനെക്കുറിച്ച് ഞാൻ നല്ല വാക്ക് പറയാം. വീണയുടെ പ്രശംസ കേൾക്കണമെങ്കിലേ അവൻ ഇനി വേറെ ഒരു ജന്മം കൂടി ജനിക്കണം. ഹരി സാർ, ഹരി സാർ, 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 എന്നാ സാർ എവ്വളவு നേരമായി കൂപ്പറേ? ഞാൻ കേട്ടില്ല ശരവണ. നീങ്ക ഏതോ വേൾഡിൽ നടക്കുത്. ഇത് എന്നാ സാർ? ഇത് ഒരു പ്രസന്റാ. എന്നാ പ്രസന്റ് സാർ? കുളന്തേക്കാ? ഏയ് അല്ലല്ല. പിന്നെ യാർക്ക്? അന്ത അമ്മാവനുക്കാ? ഏയ് അതൊന്നും അല്ല. പിന്നെ യാർക്ക്? സൊല്ലുങ്ക സാർ. ഇത് എനിക്ക് അവാർഡ് കിട്ടാൻ കാരണക്കാരിയായ ഒരാൾക്ക്. നിത്യാമയ്ക്ക? ആ അതെ. അടടാ സൂപ്പർ. കൊടുങ്ക സാർ, ധാരാളമാ കൊടുങ്ക സാർ. നീങ്ക അല്ലാമ വേറെ യാര് സാർ അവർക്ക് പ്രസന്റ് കൊടുക്കുന്നതുക്ക്? സാർ ഒരു വിഷയം കേക്കട്ടുമാ? ചോദിച്ചു സാർ. ഇനി എതുക്ക് സാർ നീങ്ക ഒരു വീട്ടില്, നിത്യാമ്മ വേറൊരു വീട്ടില്? സാർ നിങ്ങൾക്ക് ചേർന്ന് വാഴലാമേ. നിത്യാമ്മയ്ക്ക് ഇപ്പൊ ഒരുപാട് ചേഞ്ച് ആയിடுச்சு. നിത്യയുടെ ചേഞ്ച് ഒന്നും എനിക്കറിയില്ല ശരവണ. നിത്യ എന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. എനിക്ക് കിട്ടിയ അവാർഡിൽ എന്നെക്കാൾ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ 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 ഉങ്ങളോടുള്ള സ്നേഹം താൻ സാർ. ആയിരിക്കട്ടെ ശരവണ. എന്റെ ജീവിതത്തിൽ വേറെ ഒരു പെണ്ണും എന്റെ മനസ്സിൽ തൊട്ടിട്ടില്ല. അതിനെ തൊടുകയില്ല. പിന്നെ ഒന്നിച്ച് ജീവിക്കുന്നതും ജീവിക്കാതിരിക്കുന്നതും ഒക്കെ നിത്യയുടെ ഇഷ്ട. ഞാനത് എല്ലാരോടും പറഞ്ഞിട്ടുമുണ്ട്. സാർ அந்த கடவுள் சத்தியமானெങ്കിൽ நீங்க ஒன்னு சேரும் சார். கண்டிப்பா ஒன்னு சேரும் சார். நீங்க இந்த பரிசு கொடுக்கும்போது அவரு உங்களை பார்த்து ஒன்னு சிரிக்கும் சார். அது நீங்க மௌனமாய் பாருங்க சார். അതിൽ ഇരിക്കും സാർ നിത്യാമ്മയുടെ പാസം. ശരവണന്റെ കണക്കൂട്ടലൊക്കെ കൊള്ളാലോ. കൊടുത്ത് പാരുங்க സാർ. അതിൽ തെരിയും. சொன்னாலும் சொல்லலும் உங்களுக்கு தெரியும் சார். ശരവണൻ കേറിക്കോ. താങ്ക് യു സാർ. താങ്ക് യു. എന്താ മാഡം, മുറിയെടുത്തപ്പോൾ മാഡം പറഞ്ഞത് അഡ്വാൻസ് 2 മണിക്കൂറിനുള്ളിൽ തരാമെന്നാ പറഞ്ഞേ. ഇപ്പോ ദിവസങ്ങളായി. ഞാൻ തന്നോളാന്ന് പറഞ്ഞല്ലോ. എന്റെ പണം ഒരിടത്ത് ബ്ലോക്കായി കിടക്കുക. അതൊന്ന് റിലീസായി കിട്ടിയാല്. അതൊന്നും പറഞ്ഞ മുതലാളി കേൾക്കില്ല. കുറച്ചു മുമ്പ് എന്നെ വിളിച്ച് ചോദിച്ചേ ഉള്ളൂ. അഡ്വാൻസ് തരാൻ പൈസ ഇല്ലെങ്കിൽ ഇറക്കി വിടാനാ പറഞ്ഞത്. ഇറക്കി വിടാനോ? ഞാനൊരു സെലിബ്രിറ്റിയാ. നിങ്ങൾ എന്ത് വേണേലും ആയിക്കോ. എൻ്റെ പൊന്നു മാഡം, ഞാൻ വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. മുതലാളി എപ്പോഴാ വന്ന് കയറുന്നതെന്ന് പറയാൻ പറ്റില്ല. എപ്പോൾ തരുന്ന ഞാൻ പറയണ്ടേ? 2 ദിവസം കഴിയട്ടെ. അയ്യോ മേഡം, അതൊന്നും ശരിയാവില്ല. ഇന്നത്തെ ദിവസം കഴിഞ്ഞാലേ അയാളുടെ സ്വഭാവം അങ്ങ് മാറും. മേഡം എന്തെങ്കിലും ഒരു മാർഗം നോക്കണം. ശരി, താൻ മുതലാളിയുടെ നമ്പർ ഇങ്ങിതാ. നന്നായി. നിങ്ങൾക്ക് നമ്പർ തന്നെന്നറിഞ്ഞാൽ അത് മതി എന്നെ പിരിച്ചുവിടാൻ. മുതലാളി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആർക്കും നമ്പർ കൊടുക്കരുതെന്ന്. എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം മേഡം.
ഹരിയോ? ആന്റി, നിത്യയില്ലേ? ആ ഉണ്ട്. ഒന്ന് വിളിക്കാവോ? എന്തിനാ ഹരി അതിന് അനുവാദമൊക്കെ ചോദിക്കുന്നത്? അകത്ത് കയറി നിനക്കങ്ങ് വിളിച്ചൂടെ? അല്ല, അത് ഞാൻ വേറൊരു ഹരിയോ? ഒന്നുമില്ല രഘുവേട്ടാ. ഹരിയെ നിത്യയെ കാണാൻ വേണ്ടി വന്നതാ. എന്നിട്ടേ അകത്ത് കയറാൻ എന്റെ അനുവാദവും ചോദിച്ചു നിൽക്കുക. എടോ കവി, തോന്നിയാസം കാണിക്കരുത്. താൻ ഇങ്ങോട്ട് അകത്ത് കയറുക. അല്ല, അത് ഞാൻ എന്താ ഹരി അത്? അല്ല, ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ആഹാ, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലാതെ ഇങ്ങനൊരു പൊതി കൊണ്ടുവരാൻ തനിക്ക് എന്റെ വല്ല കച്ചവടം ഉണ്ടോ? അല്ല, ഞാനിത് നിത്യയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാ. അതെന്ത് പണിയാണ് ഹരി? നിത്യക്ക് ഇങ്ങനെ ഹരി ഒരു സമ്മാനം വാങ്ങിച്ചു കൊടുക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്നാണോ തോന്നുന്നത്? അല്ല, ഞങ്ങൾ ഇത് അനുവദിച്ചു തരുമെന്ന് ഹരിക്ക് തോന്നുന്നുണ്ടോ? സോറി ആൻറ്റി, ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല. സോറി, ഞാൻ പോയേക്കാം. അതെ, അവിടെ നിന്ന്. പൊതുവെ കവികളുടെ മനസ്സ് ദുർബലമാണെന്നൊരു പറച്ചിലുണ്ട്. അതൊറ്റയടിക്കങ്ങ് തെളിയിച്ചു കളഞ്ഞല്ലോ. ഞാൻ ചുമ്മാ പറഞ്ഞതാ എന്റെ മോനെ. അയ്യോ. ആ സുജാതെ, നിത്യമോളെ വിളിക്ക്. കവിയും ആരാധികയും തമ്മിലുള്ള ഈ ഏർപ്പാട് നേരിട്ടായിക്കോട്ടെ. മോളെ നിത്യ, ഒന്നിങ്ങ് വന്നേ. ആ വരുന്നമേ. എന്താ അമ്മേ? മോളെ, ഹരി നിനക്കെന്ത് പ്രസന്റ് വാങ്ങിച്ചോണ്ട് വന്നാ? ഈശ്വര, അയ്യോ ഹരി, ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുത്തോ? രഘുവേട്ടാ, അപ്പൊ പ്രസന്റ് അല്ല, ആഗ്രഹം പറഞ്ഞിട്ടാ. ഒന്ന് ചുമ്മാതിരിക്കമ്മേ. ഞങ്ങൾ വെറുതെ തമാശക്ക് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ. തമാശയായാലും ഗൗരവമായാലും ഇയാൾ അത് വാങ്ങിച്ചോണ്ട് വന്നല്ലോ, അപ്പൊ അത് സ്വീകരിക്കും. നിക്ക് നിക്ക് നിക്ക്. ആദ്യം സമ്മാനം എന്താണെന്ന് ഞങ്ങൾക്ക് കൂടി ഒന്ന് അറിയണം. അത് കഴിഞ്ഞിട്ട് മതി കൈമാറ്റം. അയ്യോ അങ്ങളെ, ഞാൻ വെറുതെ. അതങ്ങ് തുറക്ക ഹരി, ഞങ്ങളും ഒന്ന് കാണട്ടെ. ഇനി കൊടുത്തോ. நீங்க இந்த பரிசு கொடுக்கும்போது அவரு உங்களை பார்த்து சிரிக்கும் சார். அது நீங்க மௌனமாய் பாருங்க சார். அதில் இருக்கும் சார் நித்யாமோட பாசம்.